പറഞ്ഞാലും നിന്നെ ഇപ്പൊ അങ്ങോട്ട് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ കൂടുതൽ പഠിക്കണോന്ന് എനിക്കിപ്പോ യാതൊരു താല്പര്യവും. നിനക്ക് പഠിത്തം കൂടിപ്പോയതിന്റെ കുഴപ്പം ഇതെല്ലാം. അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് പോണം. പോവേണ്ട സാഹചര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ഇവൾക്ക് ഇന്ന് എന്നെ പോണോന്ന്. അതിവിടെ നടക്കില്ല. ഇവളിനി എന്ന് പോണോന്ന് ഞാൻ തീരുമാനിക്കും. ഊർമിളെ, നിന്റെ ഈ പിടിവാശി ശരിയല്ല. നാളെ ഇവൾക്കൊരു എക്സാം ഉണ്ടെന്നല്ലേ പറയുന്നത്. നിന്റെ പിടിവാശി കൊണ്ട് ഇവളുടെ എക്സാം മുടക്കണോ? നന്ദ, ഇവളെ നമ്മൾ അവിടേക്ക് അയച്ചത് പഠിക്കാനല്ലേ. പഠനത്തിന് തടസ്സമുണ്ടാകുന്ന പ്രവൃത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. മോള് ഹോസ്റ്റലിലേക്ക് പോകട്ടെ, പരീക്ഷ കഴിഞ്ഞിട്ട് വരാല്ലോ. നന്ദ, അത് പിന്നെ ഇവള്. ഊർമിളെ, ഇക്കാര്യത്തിൽ അനാവശ്യമായ വാശി വേണ്ട. എക്സാം എഴുതാതിരുന്നാൽ ഇവക്കല്ലേ പ്രശ്നം. ഇവള് പോയി എക്സാം എഴുതട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഇവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. നന്ദനു ഇപ്പൊ ഇവളുടെ പക്ഷത്താണല്ലോ. നന്ദന്റെ തീരുമാനം ഇതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എക്സാം കഴിഞ്ഞ് നീ ഇവിടെ തന്നെ വരണം. അനു, ഡ്രൈവറേയും കൂട്ടി നീ ഇന്ന് തന്നെ കാറിൽ പുറപ്പെട്ടോ. ലേറ്റാക്കണ്ട. ഞാൻ കാറിൽ പോകുന്നില്ല, ട്രെയിനിൽ പൊയ്ക്കോളാം. ടിക്കറ്റ് ഓൾറെഡി ബുക്ക്ഡാ. രാത്രി 10 മണിക്ക് ട്രെയിൻ. എന്നാലും റെയിൽവേ സ്റ്റേഷൻ വരെ എത്തണ്ടേ? ഞാൻ ഡ്രൈവറെ കൂട്ടി വിടാം. നിന്റെ സുരക്ഷിതത്വം കൂടി നോക്കണ്ടേ? ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. വേണ്ട, റെയിൽവേ സ്റ്റേഷൻ വരെ നീ കാറിൽ പോയാൽ മതി. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ, ഞാൻ കാറിൽ പൊയ്ക്കോളാം. ഡ്രൈവറോട് പറഞ്ഞേക്ക്. നന്ദൻ ഇന്ന് തന്നെ ഇവിടെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടേണ്ടതുണ്ടോ? അവളുടെ വാശിക്ക് വഴങ്ങിയതുപോലെ ആയില്ലേ? എക്സാം ആയതുകൊണ്ടല്ലേ. എക്സാം മിസ്സായാൽ അവൾക്കതൊരു വേദനയാവും. അവളുടെ വേദന കണ്ടിട്ട് നമുക്ക് എന്ത് സന്തോഷം കിട്ടാനാ? നീ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയാലും ഈ മാനസികാവസ്ഥയിൽ അവളിൽ നിന്നും അനുകൂലമായ ഒന്നും പ്രതീക്ഷിക്കണ്ട. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള 8 കിലോമീറ്റർ ധാരാളം. അതിനിടയിൽ ആ കാർ കത്തി നശിച്ച് അനന്യ ഇല്ലാതാവും. ആരവ്, ആരവ്, ഇവനിതെവിടെ പോയി? പറയാതെ എങ്ങോട്ടാ പോയേ? ഹോസ്റ്റലിലേക്ക് പോവാൻ അനുവാദം കിട്ടിയ കാര്യം പറയാൻ വന്നപ്പോ അവനെ കാണാനില്ല. ഇതെന്താ ലെറ്ററോ? അനു, ഞാൻ വീടിന് പുറത്തു പോകുന്നു. നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുമെന്നല്ലേ പറഞ്ഞത്? നീ അവിടെ വന്നാ മതി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കാം എന്ന് സ്വന്തം ആരവ്. ആരവ് പുറത്തു പോയല്ലോ. സമാധാനായി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടാം. മോള് ഇറങ്ങിയോ? മോള് റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് വരണം. രാത്രിയാണ്. സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോണം. ശരി സർ. മോള് അമ്മയോട് യാത്ര ചോദിച്ചില്ലേ? യാത്ര ചോദിച്ചു, അമ്മ ഒന്നും മിണ്ടിയില്ല. അവളുടെ പിണക്കമൊക്കെ ഞാൻ മാറ്റിക്കോളാം. മോള് പോയി പരീക്ഷ എഴുത്. അതാണല്ലോ പ്രധാനം. മോളെ, ഒരു കാര്യം മോള് മറക്കരുത്. മോളുടെ സന്തോഷത്തിന് വേണ്ടി ഞാനാണ് പ്രവർത്തിച്ചത്. അതിന്റെ നന്ദി ഉണ്ടാവണം. ഇപ്പൊ സഹായിച്ചതിന് നന്ദി.
എന്താ മോളെ? നിങ്ങൾ ഇപ്പൊ എന്നെ സഹായിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ആ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്റെ അമ്മ ഒരു നാൾ നിങ്ങൾ തല്ലി പുറത്താക്കും. നോക്കിക്കോ. വെറും മിനിറ്റുകൾ മാത്രം ആയുസുള്ള ഈയാമ്പാറ്റയുടെ വെല്ലുവിളി ഈ തീരാൻ പോവാടി. ഹലോ സർ. അനു ഡ്രൈവർക്കൊപ്പം കാറിൽ പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഇനി മാക്സിമം 6-7 മിനിറ്റ്. അതിനകം ആ കാറ് കത്തും സർ. കാറിനകത്തുള്ളവരാരും രക്ഷപ്പെടില്ല. ഡ്രൈവറും അനുവും ഒരു നിമിഷം കൊണ്ട് വെന്തു മരിക്കും. ആ വാർത്ത വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുക. നമ്മൾ ആസൂത്രണം ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. എന്നാ ഞാനൊന്ന് കറങ്ങാം. അവരുടെ മരണം തീർച്ചയാക്കിയിട്ട് ഞാൻ അവിടെ എത്തിക്കോളാം. ശരി. ദൈവമേ, ആരും റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവോ? ചേട്ടാ, ഒന്ന് വേഗം. ട്രെയിൻ 10 മണിക്ക്. ഒന്ന് വേഗാവട്ടെ.